രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ട്രേഡ് യൂണിയൻ എന്ന പേരിൽ നടക്കുകയും എന്നാൽ നോക്കുകൂലി തൊഴിലാളി യൂണിയനായി മാറുകയും ചെയ്ത CITUവിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് എളമരം കരീം. അദ്ദേഹമാണ് കോഴിക്കോട് LDFിൻ്റെ സ്ഥാനാർത്ഥി. എളമരം കരീം അദ്ദേഹത്തിൻ്റെ അനുയായികളെ പോലെ തന്നെ ജീവിതത്തിൽ അധികം പ്രത്യേകിച്ച് പേരുകൊണ്ട് വേർത്ത് പണിയൊന്നും എടുത്തിട്ടില്ല. മൊത്തത്തിൽ CITUവിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് അഖിലേന്ത്യാ നേതാക്കന്മാർ വരെയുള്ളവരുടെ ഒരു സ്വഭാവം അതാണ്. എളമരം കരീം ജീവിതത്തിൽ ആകെ 2-3 വർഷം മാവൂർ ഗോളിയർ യൂണിവേഴ്സിൽ കുറച്ചു കാലം ഒരു കോൺട്രാക്ടറെ കീഴിൽ പണിയെടുത്തിട്ടുണ്ട്. പ്രീ-ഡിഗ്രി വരെ പഠിച്ചിട്ടൊക്കെ ഉണ്ട് അദ്ദേഹം. 2 തവണ ബേപ്പൂരിൽ നിന്ന് MLA ആയിരുന്നു. VS മന്ത്രിസഭയുടെ സമയത്ത് 2006 അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെ ഇപ്പോൾ 2018 തൊട്ട് രാജ്യസഭാ മെമ്പറാണ്. 2 വർഷം കാലാവധി നിലനിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. എളമരം കരീമിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഈ CITക്കാരുടെ പൊതുപരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പണിയെടുക്കില്ല. മേലടങ്ങി പണിയെടുക്കാതെ നോക്കുകൂലി മേടിച്ച് ജീവിക്കുന്ന ഒരു തരം വിചിത്ര ജീവികളാണ്. ഇവർ പണിയെടുക്കും ചില പ്രത്യേക ദിവസങ്ങളിൽ. ഇവരാകെ വെയിൽ കൊള്ളുകയും വേർക്കുകയും ചെയ്യുന്നത് ഹർത്താൽ ദിവസത്തിലും ബന്ദിൻ്റെ ദിവസത്തിലും. അന്ന് റോട്ടിലിറങ്ങും, പോകുന്ന ആംബുലൻസ് അവരെ തടയും, രോഗികളെ ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, പാൽവണ്ടി തടയും, നാട്ടുകാരെ ആക്രമിക്കും, കാറിൻ്റെ മറ്റു വാഹനങ്ങളുടെ എല്ലാം ടയർ കാറ്റടിച്ചു വിടും, അതേപോലെ തന്നെ റോട്ടിൽ ടയർ കൂട്ടിയിട്ട് കത്തിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. കല്ലെറിയുക, ഇങ്ങനെയുള്ള പരിപാടി. ഈ കലാപരിപാടി ആ ദിവസം മാത്രമാണ് ഇവർ പണിയെടുക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും പണിയെടുക്കാതിരിക്കും. എളമരം കരീം സ്ഥാനാർത്ഥിയാകുമ്പോൾ എളമരം കരീം നല്ല ഭാഷയൊക്കെ ഉള്ള ആളാണ്, നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷേ ആ ഭാഷ എപ്പോഴും വികലമായി ഉപയോഗിക്കുന്നതിൽ അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുന്ന ഒരുതരം വൈകൃത സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങളിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം മലബാറിൽ നിന്ന് ഒരുപാട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. അന്തരിച്ചുപോയ സഖാവ് EK പിച്ചി ബാബ, അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് ആര്യാടൻ മുഹമ്മദ്, മുസ്ലിം ലീഗിനകത്ത് UA ബീരാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ, CH മുഹമ്മദ് കോയ, അങ്ങനെയൊക്കെയുള്ളവർ വന്നിട്ടുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്ന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി, ഇവരെല്ലാം വേണ്ടാത്ത ദുഷ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. ആവശ്യമില്ലാത്തൊരു വർത്തമാനം പറയില്ല. കൃത്യമായ പൊളിറ്റിക്സ് വെച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗം അവരിൽ നിന്നുണ്ടാവില്ല. എന്നാൽ എളമരം കരീം എളമരം കരീം മുതലാളിമാരുടെ പ്രിയപ്പെട്ട ആളാട്ടോ. ഇപ്പോൾ 2009 റിയാസിനെ സ്ഥാനാർത്ഥിയാക്കിയത് കരീമിൻ്റെ താല്പര്യപ്രകാരമാണ്. വെറുക്കപ്പെട്ടവനെന്ന് VS തന്നെ പറഞ്ഞ ഫാരിസ് അബൂബക്കറിൻ്റെ നോമിനിയാണ് എന്ന ആക്ഷേപ സമയത്ത് ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല മുതലാളിമാരുടെ പ്രിയപ്പെട്ട ആളാണ്. 5 വർഷം മന്ത്രിയായപ്പോഴും പാവപ്പെട്ടവന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇവിടുത്തെ ചില വ്യവസായ ലോബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത എന്ന ആക്ഷേപം അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നതാണ്. O ഭരതനെയും KN രവീന്ദ്രനാഥിനെയും KO ഹബീബിനെയും MM ലോറൻസിനെയും പോലെയുള്ള ഒരു ആയുഷ്കാലം മുഴുവൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി, ട്രേഡ് യൂണിയന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ പിന്നിൽ നിന്ന് കുത്തി നേതാവായ ആളാണ് എളമരം കരീം. മാവൂർ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ഏരിയ കമ്മിറ്റി മെമ്പറായി, പിന്നീട് ജില്ലാ കമ്മിറ്റിയിലെത്തി, ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തി, സംസ്ഥാന കമ്മിറ്റിയിലെത്തി, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി, കേന്ദ്ര കമ്മിറ്റിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി PBയിലേക്കേ എത്താൻ ബാക്കിയുള്ളൂ. എളമരം കരീം 2015 നടത്തിയ ഒരു പ്രയോഗമുണ്ട്. KSRTCയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയാം, കണ്ണുപൊട്ടനും ചെവിട് പൊട്ടനും ഒക്കെ പാസ് കൊടുക്കുന്നത് കൊണ്ടാണ് KSRTC നഷ്ടത്തിലാവുന്നതെന്ന്. ആലോചിച്ച് നോക്കണം. ഭിന്നശേഷി കണ്ണുപൊട്ടൻ ചെവിടുപൊട്ടൻ എന്നൊക്കെ പറയാം, ആ വാക്ക് ഉപയോഗിക്കാൻ തന്നെ എത്രത്തോളം ബധിരരും മൂകനും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് ആക്ഷേപിക്കുകയാണ്. അത്തരം വാക്കുകൾ തന്നെ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. പ്രബുദ്ധരായ മലയാളികൾ അതുകൊണ്ടാണ് ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത്. ആ കാലത്താണ് 2015 ഏപ്രിൽ മാസത്തിൽ ഇയാൾ ഈ പ്രസ്താവന നടത്തിയത്. അവസാനം ഖേദം പ്രകടിപ്പിച്ചു. ഇത് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് എളമരം കരീമിനെതിരെ ഒരു സംഭവം എഴുതി വെച്ചിരുന്നു, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട്. അന്ന് തന്നെ മലപ്പുറത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള മുൻ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ സഖാവ് C ദിവാകരേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹം അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. അദ്ദേഹത്തിനും ഈ ദിവാകരേട്ടൻ്റെ ഒരു കുട്ടിക്ക് ചെറിയ കുഴപ്പങ്ങളുണ്ട്, ഭിന്നശേഷിയുണ്ട് മോന്. അതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുന്നതാണ്. പുള്ളിയുടെയും കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അനുഭവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് ദിവാകരേട്ടനോട് ചോദിച്ചത് തന്നെ, അത് അനുഭവിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരം വാക്ക് വന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ വൃത്തികേട്. അത് അനുഭവിക്കാത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് പറയാം. ഒരു പിതാവെന്ന രീതിയിൽ ഇതിൻ്റെ വേദന അറിയുന്ന ആൾ മറ്റുള്ള ആൾക്കാർക്കെതിരെ ഇത്രയും അധർമ്മമായ ഭാഷ കണ്ണുപൊട്ടൻ ചെവിടുപൊട്ടൻ എന്ന് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അവസാനം അയാൾ മാപ്പ് പറഞ്ഞ് തലൂരി. ഇത് അവിടെ കൊണ്ട് അവസാനിച്ചോ? 2022 ജൂലൈ മാസത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയാണ്. KK രമ, ഇതിപ്പോൾ വടകര MLA ആയിട്ടുള്ള KK രമ ഒറ്റുകാരിയാണെന്ന്.
കെ രമ ഒറ്റുകാരിയാണോ? സ്വന്തം ഭർത്താവായ ടി പി ചന്ദ്രശേഖരനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആളുകൾക്കെതിരെയും ആ പ്രതികൾക്കെതിരെയും ആ പ്രതികൾക്ക് പിന്തുണ നൽകുന്ന അവർക്ക് എല്ലാ രീതിയിലും സംരക്ഷണം നൽകുന്ന പാർട്ടിക്കെതിരെയും രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ തന്നെ ശക്തമായി പോരാട്ടം മുഖത്ത് നിൽക്കുകയല്ലേ ഇത്? ഒറ്റുകാരിയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയവരോട് സന്ധി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇത്ര വലിയ പോരാട്ട വീര്യം കാണിക്കാതിരിക്കായിരുന്നു. ഇത് അവര് സ്വന്തം ജീവന് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയവരോട് സന്ധി ചെയ്യില്ല എന്ന നിലപാടിൽ അവർക്കെതിരെ നിരന്തരമായി നിയമ പോരാട്ടം നടത്തുന്നു, രാഷ്ട്രീയമായ പോരാട്ടം നടത്തുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വിജയമായി സ്വന്തം മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുന്നു. ഇടതുമുന്നണിയുടെ കുത്തക സീറ്റായിരുന്ന വടകരയിൽ. ആലോചിച്ച് നോക്കണം, അപ്പോൾ അവർ ഒറ്റുകാരിയാണോ? എന്നാൽ ഞാൻ പറയുന്നു, എളമരം കരീമിൻ്റെ പാർട്ടിയുമാണ് ഒറ്റുകാർ. കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ കൊല ചെയ്യപ്പെട്ട സാഹചര്യം എന്തായിരുന്നു? MP രാഘവനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതാ ക്രിമിനലുകളാണ്. ഒരു മനുഷ്യനെ, ഇവരുടെയൊക്കെ നേതാവായിരുന്ന MP രാഘവൻ പാർട്ടി മാറിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയച്ചപ്പം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസ് വെടിവെച്ചതാ. എന്നാൽ തങ്ങൾക്ക് പറഞ്ഞു വിട്ട ഇവർ എളമരം കരീമിന്റെ പാർട്ടി നേതാക്കന്മാരുമാണല്ലോ പറഞ്ഞു വിട്ടത്. ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഒരാൾ, പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പുഷ്പനെ എല്ലാവർക്കും അറിയാം, പുഷ്പന്റെ കഥയും അറിയാം, പുഷ്പൻ എങ്ങനെ വെടിയേറ്റുമെന്നും അറിയാം. പക്ഷെ പുഷ്പന് പലതും അറിയാമോ എന്നുള്ള കാര്യം സംശയമാണ്. ചലനശേഷി മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്, അതോ ചിന്താശേഷിയും പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിന്താശേഷി ഉണ്ടെങ്കിൽ പുഷ്പനൊക്കെ CPM ചെയ്യുന്നത് തനി വൃത്തികേടാണെന്ന് പറയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ചലനശേഷിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ചിന്താശേഷി ഉണ്ടാവണം. ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നതായി മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവോറും ഉണ്ടാവും. ഇല്ലെങ്കിൽ പുഷ്പനെ ഈ അവസ്ഥയിൽ എത്തിച്ച, പുഷ്പന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 5 സമര സഖാക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ പാർട്ടി പിന്നീട് അന്ന് കൊലയാളി രാഘവൻ എന്ന് വിളിച്ചിട്ട് പിന്നീട് ആ രാഘവനെ ചുവന്ന കൊടിയൊക്കെ പുതപ്പിച്ച് പറഞ്ഞയച്ചു. ഇത്രയേ ഉള്ളൂന്നേ. ഇവരെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെയാണ് ഇങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിലോ? അപ്പോൾ ആരാ ഒറ്റുകാർ? കെ രമയാണോ ഒറ്റുകാരി? കെ രമയല്ല, എളമരം കരീമിന്റെ പാർട്ടിക്കാരുമാണ് ഒറ്റുകാർ. മൂന്നാമത്തെ ഒരു ഉദാഹരണം 2022 ജൂലൈ മാസത്തിൽ തന്നെ അദ്ദേഹം ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൊക്കെ നമ്മുടെ വിജയരാഘവനെ പോലെ വളരെ ഇൻട്രസ്റ്റ് ഒക്കെ MM മണിയൊക്കെ പോലെ എളമരം കരീമൻ, ഞാൻ നല്ല ഭാഷയുണ്ട്, പക്ഷേ പിന്നെ ലൈംഗിക ചൊവ്വയോടെ അശ്ലീല ചൊവ്വയോടെയുള്ള ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തും. PT ഉഷ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പം അദ്ദേഹം പറഞ്ഞു, ഏഷ്യാഡിൽ മാത്രമല്ല യോഗ്യത തെളിയിച്ചത്, മറ്റും ചില യോഗ്യതകളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുള്ളൂ, വളരെ മോശപ്പെട്ട അർത്ഥത്തിൽ പറഞ്ഞതാണ്. നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ, അയാൾ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും. എന്തായിരുന്നാലും എളമരം കരീം മനസ്സിലാക്കേണ്ടത്, ഇത്തരം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നിരന്തരം കെ രമയാണെങ്കിലും PT ഉഷയാണെങ്കിലും ഒക്കെ സ്ത്രീകളാണല്ലോ. അതേപോലെ പിന്നെ അംഗവൈകല്യമുള്ള ആളുകളോട് പരിഹാസം, ഇത് ഇദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പാണ്. ഇയാളെല്ലാം തികഞ്ഞതാണെന്ന് ഇയാളുടെ വിചാരം. ഈ പിന്നെ PT ഉഷയ്ക്കല്ല അധിക യോഗ്യതയുള്ളത്. അധിക യോഗ്യത പരിശോധിക്കേണ്ടത് TN സീമയുടെയും ശോഭന ജോർജിൻ്റെയും ഷാഹിദ കമാലിൻ്റെയും ചിന്താ ജെറോമിൻ്റെയും യോഗ്യതയെക്കുറിച്ച് തൽക്കാലം എളമരം കരീം ചിന്തിച്ചാൽ മതി. PT ഉഷയുടെ യോഗ്യതയൊന്നും നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനത്തെ എക്സ്ട്രാ യോഗ്യതകളൊന്നുമില്ല. ഇവർക്കാണ് ചില എക്സ്ട്രാ യോഗ്യതകൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടത്. മറ്റൊന്ന്, ഇദ്ദേഹം 2022 തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ഹർത്താൽ ദിവസം നമുക്കറിയാം കേരളം ഞെട്ടിപ്പോയതാ. ഒരു കുടുംബമായി സഞ്ചരിക്കുന്ന ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിത ഹർത്താൽ പാടില്ല എന്നുള്ളത് ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ്. ബന്ദ് അങ്ങനെ നടത്താൻ പാടില്ല. സ്വമേധയാ കടകൾ അടയ്ക്കാം, സ്വമേധയാ വാഹനങ്ങൾ നിരത്തിലിറക്കുന്ന ഒഴിവാക്കാം, നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്തി ചെയ്യാൻ പാടില്ല. ഈ നോക്കുകൂലിക്കാരുടെ നേതാവായിട്ടുള്ള ഈ എളമരം കരീം അന്ന് പറഞ്ഞൊരു വർത്താനുണ്ട്. അദ്ദേഹത്തിൻ്റെ അണികളായ നോക്കുകൂലിക്കാർ, ഞാൻ പറഞ്ഞില്ല, അന്നാണ് ഇവർ വെയിൽ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക. കുടുംബമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഒരു കുടുംബത്തെ, കാറിൽ പോവുകയായിരുന്ന കുടുംബത്തെ തടഞ്ഞു നിർത്തി ആ പൊരിവെയിലത്ത് ആ കുഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന കുടുംബത്തെ കാറിൽ നിന്ന് പുറത്തിറക്കി നിർത്തി. എന്നിട്ട് കാറിൻ്റെ ടയറിൻ്റെ കാറ്റടിച്ചു വിട്ടു. അത് ചോദ്യം ചെയ്ത ഗൃഹനാഥനെ മൂക്കിനടിച്ച് മൂക്കിൽ നിന്ന് ചോര വന്നു, മർദ്ദിച്ചു അദ്ദേഹത്തെ. അത് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, ഹർത്താലാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതിന് പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര നിസ്സാരവൽക്കരിക്കുന്നത്. അതിനാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ ന്യൂസ് അവറിൽ ചർച്ച നടത്തിയത്. അപ്പോഴാണ് വിനു വി ജോൺ എളമരം കരീമിനെതിരെ വളരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞു, എളമരം കരീം ഇങ്ങനെ പോകുമ്പോൾ എളമരം കരീമിൻ്റെ വണ്ടി തടയണം, എളമരം കരീമിനെ വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പുറത്തിറക്കി നിർത്തണം, എന്നിട്ട് എളമരം കരീം വന്ന കാറിൻ്റെ കാറ്റടിച്ചു വിടണം, മാത്രമല്ല എളമരം കരീമിൻ്റെ മൂക്കിൽ ഇടിക്കണം, മർദ്ദിക്കണം, മൂക്കിൽ നിന്ന് ചോര വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പിച്ചിയതാണോ മാന്തിയതാണോ എന്ന് എളമരം കരീമിനും ഈ നോക്കുകൂലി തെമ്മാടികൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് വിനു വി ജോൺ പറഞ്ഞു.
അപ്പോൾ ബിനു വി ജോണിനെതിരെ വധഭീഷണി, ബിനു വി ജോണിനെതിരെ കേസ്, ബിനു വി ജോണിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, ആക്രമിക്കും, എളമരം കരീമിൻ്റെ മൂക്ക് ഇടിക്കണമെന്ന് ബിനു വി ജോൺ ആഹ്വാനം ചെയ്തുവെന്ന് പറഞ്ഞതിൻ്റെ മലയാളം എന്താ? നിങ്ങൾ പിന്നെ ഇത് അനുഭവിക്കുമ്പോൾ മാത്രമേ ആ പാവപ്പെട്ട മനുഷ്യൻ അനുഭവിച്ചതിൻ്റെ വേദന നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ, എന്നിട്ട് നിങ്ങളിത് പിച്ചി മാന്തി എന്ന് പറയുമോ എന്നുള്ള അർത്ഥത്തിലാണ് ബിനു വി ജോൺ ചോദിച്ചത്. ഞാനും ചോദിക്കണം, ഞാനും പറയുകയാണ്, ബിനു വി ജോൺ പറഞ്ഞത് തന്നെ, എളമരം കരീമിനെ പോലെയുള്ള തെമ്മാടി കൂട്ടത്തെ ഇതേപോലെ പോകുമ്പോൾ വണ്ടി തടയണം, വണ്ടിയുടെ കാറ്റടിച്ച് വിടണം, അവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി തല്ലണം, അപ്പോഴേ അവനൊക്കെ പഠിക്കുകയുള്ളൂ. അവനവൻ്റെ ദേഹം വേദനിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. തെമ്മാടി കൂട്ടമെന്ന് തന്നെ പറയണേ. ബിനു വി ജോൺ പറഞ്ഞത് ഞാനും ആവർത്തിക്കുകയാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇയാളൊക്കെ ഒരു മൂലക്കിരുത്തണം. അഹങ്കാരം ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പുറപ്പ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയും, ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഇല്ലാന്നേ, തനി ബൂർഷ ഫ്യൂഡൽ മാടമ്പി സ്വഭാവം കാണിക്കണേ. കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരമായതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് കോഴിക്കോട്ടുകാർ തിരിച്ചറിയണം. ഇങ്ങനെയില്ല. അപ്പുറത്തുള്ള രണ്ടുപേരും സൗമ്യരാ, എം കെ രാഘവനാണെങ്കിലും എം ടി രമേശ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇങ്ങനെ അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന, അക്രമികളെ ന്യായീകരിക്കുന്ന, കൊടിസുനിമാരെയും കിർമാണി മനോജുമാരെയും ഷാഫിമാരെയും കുഞ്ഞനന്ദന്മാരെയും സംരക്ഷിക്കുന്ന അവിടുത്തെ ക്രിമിനൽ സംഘത്തിൻ്റെ അനൗദ്യോഗികമായ രക്ഷാധികാരിയാണ് എളമരം കരീം. ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസൊക്കെ ആ രീതിയിൽ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കപ്പെട്ടാൽ, പുനരന്വേഷണം നടന്നാൽ എളമരം കരീം ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു എളമരം കരീമിനെ വേണോ വേണ്ടയോ എന്ന് കോഴിക്കോട്ടുകാർ തീരുമാനിക്കട്ടെ.